നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാർക്കോഴ ആരോപണം അന്വേഷണം സംബന്ധിച്ച് CPM-ൽ അഭിപ്രായ ഭിന്നതയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. സർക്കാരിനെ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണം സംബന്ധിച്ച് ഭയമില്ലെന്നും ഉമ്മൻചാണ്ടി. അന്വേഷണം സംബന്ധിച്ച് CPM-ൽ ഗുരുതരമായ അഭിപ്രായ ഭിന്നതയും ആശയക്കുഴപ്പവുമെന്ന് രമേശ് ചെന്നിത്തല. ബാർക്കോഴ അന്വേഷണം സംബന്ധിച്ച് ബുധനാഴ്ച നടക്കുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം നിലപാട് വ്യക്തമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. വ്യക്തിപരമായി മാധ്യമങ്ങളുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ. മനോജ് വധം CBI സംഘം ബുധനാഴ്ച തലശ്ശേരിയിലെത്തും. അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് CBI സംഘത്തിന് കൈമാറും. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മനോജ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. തളിപ്പറമ്പ് വായാട് ഓട്ടോ ഡ്രൈവർ ഓട്ടോയിൽ തൂങ്ങിമരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണത്തിന് ഉത്തരവിട്ടത് മദനിയുടെ മാതാവ് ചാന്ദിന്റെ അകത്ത് അലീമ മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന്. കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച പാത്തൻപാറയിലെ സാബുവിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. കുട്ടികളുടെ പഠന ചെലവ് സർക്കാർ വഹിക്കും. ഭാര്യയ്ക്ക് പെൻഷൻ നൽകുമെന്നും മന്ത്രി. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര നിർമ്മാണം പൂർത്തിയായി. ഒരേ സമയം 2000 പേർക്ക് ഊണ് കഴിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നു. ഊട്ടുപുര ഉദ്ഘാടനം ഉടൻ. വാർത്തകൾ വിശദമായി. ബാർക്കോഴ അന്വേഷണം സംബന്ധിച്ച് CPM-ൽ അഭിപ്രായ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും കണ്ണൂരിൽ പറഞ്ഞു. അന്വേഷണം നടത്തില്ലെന്നാണ് VS അച്യുതാനന്ദൻ അടക്കമുള്ളവർ വിചാരിച്ചത്. എന്നാൽ അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ കടന്നാക്രമിക്കാനാണ് ശ്രമം. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാനില്ല, ഭയപ്പെടാനുമില്ല, മുഖ്യമന്ത്രി പറഞ്ഞു. ഗവൺമെന്റ് അന്വേഷണം നടത്തില്ലെന്നാണ് CPM കരുതിയത്. അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ കടന്നാക്രമിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഗവൺമെന്റിന് ഒന്നും മറച്ചുവെക്കാനില്ല, ഭയപ്പെടാനുമില്ല. അദ്ദേഹം തന്ന കത്തിനെ അദ്ദേഹം തന്നെ തള്ളി പറയുക. അദ്ദേഹം എന്തിനാ വിജിലൻസ് വേണമെന്ന് ആവശ്യപ്പെട്ടത്? അപ്പൊ അദ്ദേഹം വിചാരിച്ചു ഗവൺമെന്റിന് എന്തോ പേടിയുണ്ട്. വിജിലൻസ് അന്വേഷണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഭയപ്പെടും, അന്വേഷിക്കത്തില്ല. ഉടനെ അത് വെച്ചോണ്ട് ഗവൺമെന്റിനെ കടന്നാക്രമിക്കാമെന്നുള്ളതാണ് ധരിച്ചത്. ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല, ഒന്നിനെയും ഭയമില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട അന്വേഷണം അത് പരിശോധിക്കാൻ, അദ്ദേഹം തന്ന കത്തിലെ കാര്യങ്ങൾ പരിശോധിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. അടവുകൾ പലതും ഫലിക്കാതെ വന്നപ്പോഴാണ് പുതിയ അടവുമായി VS അച്യുതാനന്ദൻ എത്തിയത്. രാഷ്ട്രീയ നിരാശ കാരണമാണ് UDF-ലെ കക്ഷികളെ LDF-ലേക്ക് വരാൻ അദ്ദേഹം ക്ഷണിക്കുന്നത്. രാഷ്ട്രീയ നിരാശയിൽ നിന്നുള്ള ആഹ്വാനമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു UDF നിലം തൊടില്ല, 2 സീറ്റ് പോലും കിട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ UDF ഗവൺമെന്റ് ഉണ്ടാവില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF ഒറ്റക്കെട്ടായിട്ട് നിന്നു, 12 സീറ്റ് ജയിച്ചു. പിന്നെ മിണ്ടാട്ടയില്ല. ഇപ്പം അവര് ഈ ഗവൺമെന്റ് വന്നപ്പം മുതൽ തുടങ്ങിയ അടവുകളാണ്, ഒന്നും ഫലിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഇതിൽ നിന്ന് ഏതെങ്കിലും കക്ഷിയെ കിട്ടുമോന്ന് നോക്കുന്നത്. ആ കാര്യത്തിൽ UDF ഒറ്റക്കെട്ടാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ബാർക്കോഴ ആരോപണം സംബന്ധിച്ച അന്വേഷണം വിഷയത്തിൽ LDF-ലും CPM-ലും കടുത്ത അഭിപ്രായ വ്യത്യാസമാണ് ഉടലെടുത്തത് എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇക്കാര്യം സംബന്ധിച്ച് അവർ ആദ്യം ധാരണയിൽ എത്തണമെന്നും ഗസ്റ്റ് ഹൌസിൽ വെച്ച് രമേശ് ചെന്നിത്തല പറഞ്ഞു. ആദ്യം ഇടതുമുന്നണി പറയട്ടെ എന്ത് അന്വേഷണമാണ് വേണ്ടതെന്ന്. ഓരോരുത്തരും ഓരോന്നാ പറയുന്നത്. ഇവിടെ അച്യുതാനന്ദൻ പറയുന്നു വിജിലൻസ് അന്വേഷിക്കണം. അതേ സ്വരത്തിൽ തന്നെ അദ്ദേഹം പറയുന്നു CBI അന്വേഷിക്കണം. പോളിറ്റ് ബ്യൂറോ മെമ്പർ MA ബേബി പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം. പിണറായി വിജയൻ പറയുന്നു ലോക്കൽ പോലീസ് അന്വേഷിച്ചാൽ മതി. അപ്പോൾ വ്യക്തതയില്ലാതെ നിൽക്കുന്നത് ഇടതുപക്ഷത്തിലാണ്. ആ വ്യക്തതയില്ലായ്മ അവരുടെ ഇടയിലുള്ള ഗുരുതരമായ അഭിപ്രായ വ്യത്യാസത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംഭവത്തോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, കേരളത്തിലെ ഇടതുമുന്നണി വലിയ തോതിലുള്ള ആശയക്കുഴപ്പത്തിലും അഭിപ്രായ വ്യത്യാസത്തിലും ആണ് എന്നുള്ളതാണ് ഇതിലൂടെ തെളിയിക്കപ്പെടുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് CPM-ൽ ഗുരുതരമായ അഭിപ്രായ ഭിന്നതയും ആശയക്കുഴപ്പവുമാണ് നിലനിൽക്കുന്നത്. ഏതൊക്കെ വിഷയങ്ങൾ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന കാര്യം വിജിലൻസ് തീരുമാനിക്കുമെന്നും രമേശ് ചെന്നിത്തല ഒരു ചോദ്യത്തിനുത്തരമായി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.
ബാർക്കോഴ സംബന്ധിച്ച് ഏത് അന്വേഷണം വേണമെന്ന കാര്യത്തിൽ ബുധനാഴ്ച നടക്കുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം അഭിപ്രായം പറയുമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ MLA പറഞ്ഞു. ഈ വിഷയത്തിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തിപരമായ അഭിപ്രായം പറയാൻ കാര്യമില്ലെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. ആക്ഷേപങ്ങളെല്ലാം ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷത്തെ അഭിപ്രായ വ്യത്യാസം, CPM-ലെ അഭിപ്രായ വ്യത്യാസം എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ആശയക്കുഴപ്പത്തിന്റെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും ഉദ്ദേശിക്കുന്നത് സമഗ്രമായ അന്വേഷണം എന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നാളെ ചർച്ച ചെയ്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെതായിട്ടുള്ള അഭിപ്രായ പ്രകടനം നാളെ നടത്തും. അവ്യക്തമൊക്കെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കി തരാം. വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കേണ്ട കാര്യമില്ല. അതിനാണ് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം കൂടുന്നുണ്ട്, അവിടെ ആണ് അഭിപ്രായം പറയുക. നിങ്ങളോടൊക്കെ ഇങ്ങനെ അഭിപ്രായം പറയാൻ നാളെ സെക്രട്ടേറിയറ്റ് കൂടേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നാളെ ഞങ്ങളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം പുറപ്പെടുവിക്കും. മനോജ് വധക്കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ CBI സംഘം ബുധനാഴ്ച തലശ്ശേരിയിലെത്തും. ഇതിനിടെ മനോജ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായി. 18-ാം പ്രതി കൂത്തുപറമ്പ് സ്വദേശി വാഴയിൽ സിറാജാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബംഗളൂരുവിൽ പിടിയിലായത്. CBI സംഘം ബുധനാഴ്ച തലശ്ശേരിയിലെത്തും. ഇതുവരെ അറസ്റ്റിലായ 7 പ്രതികളെയടക്കം CBI സംഘത്തിന് കൈമാറും. ഇതിനായി CBI കോടതിയിൽ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. പാലക്കാട് സ്വദേശി DYSP ഹരിയുടെ നേതൃത്വത്തിലാണ് സംഘം എത്തുന്നത്. അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് CBI സംഘത്തിന് കൈമാറും. 19 പ്രതികളുടെ പേരാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിനിടെ മനോജ് വധക്കേസിലെ പ്രതി ബംഗളൂരുവിൽ പിടിയിലായി. മനോജിനെ വധിക്കുന്നതിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന് കരുതുന്ന കൂത്തുപറമ്പ് സ്വദേശി വാഴയിൽ സിറാജാണ് പിടിയിലായത്. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാളെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തതെന്ന് പോലീസ് അറിയിച്ചു. മനോജിനെ വധിക്കാൻ കേസിലെ മുഖ്യപ്രതി വിക്രമനോടൊപ്പം നേരിട്ട് പങ്കെടുത്തുവെന്നാണ് സിറാജിനെതിരെയുള്ള കുറ്റം. ഏറെ നാളായി ഒളിവിലായിരുന്ന ഇയാൾ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിലാണ് സിറാജ് പിടിയിലായത്. സെപ്റ്റംബർ മാസം ആദ്യമാണ് മനോജിനെ അക്രമി സംഘം ബോംബെറിഞ്ഞും വെട്ടിയും കൊലപ്പെടുത്തിയത്. മനോജിന്റെ കൂടെയുണ്ടായിരുന്ന കൊളപ്പുറത്ത് പ്രമോദന് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പിൽ ജനകീയ വികസന സമിതി നടപ്പിലാക്കുന്ന ഗതാഗത പരിഷ്കാരത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പ്രശംസയും അംഗീകാരവും. തളിപ്പറമ്പിൽ പുതിയ ട്രാഫിക് യൂണിറ്റ് തുടങ്ങുമെന്നും തളിപ്പറമ്പ് നഗരവികസനം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. തളിപ്പറമ്പിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. തളിപ്പറമ്പ് ജനകീയ വികസന സമിതി നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ നടപ്പിലാക്കിയ ട്രാഫിക് പരിഷ്കാരങ്ങളും വികസന പ്രവർത്തനങ്ങളും മറ്റ് നഗരസഭകൾക്കും സംസ്ഥാനമൊട്ടുക്കും തന്നെ മാതൃകയാവുകയാണ്. രാഷ്ട്രീയം മറന്ന് വികസന പ്രവർത്തനങ്ങളിൽ ജനകീയതയുടെ മറ്റൊരു മുഖം തുറന്നപ്പോൾ ഗതാഗതക്കുരുക്ക് ഉൾപ്പെടെ ഇല്ലാതായി. ട്രാഫിക് നിയന്ത്രണത്തിനായി ജനകീയ വികസന സമിതി സ്വന്തം ചെലവിൽ 10 ഹോംഗാർഡുകളെയും നിയമിച്ചു. വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയ മന്ത്രി തളിപ്പറമ്പിൽ പുതിയ ട്രാഫിക് യൂണിറ്റ് അനുവദിക്കുമെന്ന് ഉറപ്പും നൽകി. ആ ജനകീയ സമിതിയുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഒരു ട്രാഫിക് യൂണിറ്റ്, പോലീസിന്റെ ട്രാഫിക് യൂണിറ്റ് ഇവിടെ വേണം എന്നുള്ളത്. പോലീസിന്റെ കുറവ് കേരള ഹോം ഡിപ്പാർട്ട്മെന്റ് ഒരു തലവേദനയാണ്. എങ്കിൽ പോലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് MLA സൂചിപ്പിച്ചതനുസരിച്ച് ഒരു ട്രാഫിക് യൂണിറ്റ്, പോലീസ് ട്രാഫിക് യൂണിറ്റ് ഉടനടി പ്രവർത്തനം ആരംഭിക്കും എന്ന് ഞാൻ അറിയിക്കാൻ. ജനകീയ വികസന സമിതിയുടെ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചു. അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എന്നോട് ശ്രീ സതീശൻ പാച്ചേരി, മുൻ MP ആയ ശ്രീ K സുധാകരൻ, ഇപ്പോഴത്തെ MP ആയ ശ്രീമതി ടീച്ചർ എന്നിവർ എന്നോട് സൂചിപ്പിക്കുകയും ജെയിംസ് മാത്യുവിന്റെ നേതൃത്വത്തിൽ ഒരു നിവേദക സംഘം തന്നെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ വന്ന് എന്നെ കാണുകയും ചെയ്തു. വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ജനകീയ സമിതി തളിപ്പറമ്പിൽ നടത്തി വരുന്നുണ്ട്. തളിപ്പറമ്പ് ടൗണ് ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വാഹനങ്ങളുടെ തിരക്ക് കാരണം യാത്രാ ബുദ്ധിമുട്ടുണ്ട്, ധാരാളം പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജനകീയ സമിതി തന്നെ പണം പിരിച്ച് ആളുകളെ നിയോഗിച്ച് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ സിറ്റി ക്ലീൻ ചെയ്യാൻ വേണ്ടി എല്ലാ പോസ്റ്ററുകളും മാറ്റുന്നു, സ്തൂപങ്ങൾ മാറ്റുന്നു, ഒടിമരങ്ങൾ മാറ്റുന്നു. ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തളിപ്പറമ്പിൽ ട്രാഫിക് യൂണിറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് PK ശ്രീമതി MP, ജെയിംസ് മാത്യു MLA, സതീശൻ പാച്ചേനി എന്നിവർ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെത്തി മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതേ ആവശ്യം ഉന്നയിച്ച് തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കറും ജനകീയ വികസന സമിതി പ്രവർത്തകരും തളിപ്പറമ്പിൽ വച്ചും മന്ത്രിക്ക് നിവേദനം നൽകുകയുണ്ടായി.
ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മിച്ച പുരോഗതി കൈവരിച്ച സംസ്ഥാനമാണ്. പക്ഷേ സാർവത്രിക വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാകുന്നില്ല, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പ്രത്യേക ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ട ഒരു സന്ദർഭമാണ്. നല്ല വിദ്യാഭ്യാസം എവിടെയാണോ കിട്ടുന്നത് അവിടേക്കാണ് കുട്ടികളെ വിടുന്നത്. അപ്പൊ രക്ഷകർത്താക്കൾ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നിടത്ത് മാത്രമേ കുട്ടികളെ അയക്കുകയുള്ളൂ. ആ സർക്കാർ വഴികൂടമാണെങ്കിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിലും അവർ നല്ല വിദ്യാഭ്യാസം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ ആണ് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സർക്കാർ സ്കൂളുകളുടെ നിലനിൽപ്പ് തന്നെ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് തന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. ടാഗോർ വിദ്യാനികേതൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുൻ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി AK ആന്റണിയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ജെയിംസ് മാത്യു MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം PK ശ്രീമതി MP നിർവഹിച്ചു. കൊമേഴ്സ് ബാച്ചിന്റെ ഉദ്ഘാടനം തളിപ്പറമ്പ് നഗരസഭാ ചെയർപേഴ്സൺ റംല പക്കറും ക്ലീൻ ക്യാമ്പസ് ഗ്രീൻ ക്യാമ്പസ് പദ്ധതിയുടെ ഉദ്ഘാടനം കില ഡയറക്ടർ ഡോക്ടർ PP ബാലനും നിർവഹിച്ചു. ജെയിംസ് മാത്യു MLA അധ്യക്ഷത വഹിച്ചു. PP ഉഷ, P മുഹമ്മദ് കുഞ്ഞി, OM സബിനിസ ബീവി, PP ശ്രീനിവാസൻ, K ലളിത, ജോസഫ് വർഗീസ്, V രമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. തളിപ്പറമ്പ് വായാട് ഓട്ടോ ഡ്രൈവർ സെയ്ദ് മദനിയെ ഓട്ടോറിക്ഷയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ട സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. മദനിയുടെ മാതാവ് ചാന്ദിന്റെ അകത്ത് അലീമ തളിപ്പറമ്പിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കഴിഞ്ഞ മാസം 27-നാണ് വായാടെ ഓട്ടോ ഡ്രൈവറായ സെയ്ദ് മദനിയെ സ്വന്തം ഓട്ടോയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത്. രണ്ട് മുട്ടും നിലത്ത് കുത്തിനിൽക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയരുകയും ചെയ്തിരുന്നു. പരിയാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച തളിപ്പറമ്പിലെത്തിയ ആഭ്യന്തരമന്ത്രിക്ക് സെയ്ദ് മദനിയുടെ മാതാവ് ചാന്ദിന്റെ അകത്ത് അലീമ നിവേദനം നൽകി. മകന് പലരിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നെന്നും മകന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നും പരാതിയിൽ പറയുന്നു. മകനെ കൊലപ്പെടുത്തിയതാണെന്ന് വിശ്വസിക്കുന്നതായും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. മരണമടഞ്ഞു. അതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന്റെ അന്വേഷണം പലപ്പോഴും അത് അന്വേഷണം നടത്തുന്നത് രഹസ്യമായിട്ടായതുകൊണ്ടാണ് അറിയാത്തതെങ്കിലും അവരെല്ലാവരും ശ്രീ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ നൽകിയ നിവേദനത്തിന്റെ വെളിച്ചത്തിൽ അത് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് കൂടി ഇവിടെ കോൺഗ്രസ് നേതാക്കളായ ET രാജീവൻ, K ഇബ്രാഹിംകുട്ടി എന്നിവരും അലീമയ്ക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച പാത്തൻപാറയിലെ സാബുവിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ് പറഞ്ഞു. 3 കുട്ടികളുടെയും പഠന ചെലവ് സർക്കാർ വഹിക്കും. സാബുവിന്റെ ഭാര്യയ്ക്ക് പെൻഷൻ അനുവദിക്കും. വീട് നിർമ്മാണത്തിനായി ധനസഹായം നൽകുമെന്നും സാബുവിന്റെ വീട്ടിലെത്തിയ മന്ത്രി പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയാണ് മന്ത്രി പാത്തൻപാറയിലെ എടക്കര സാബുവിന്റെ വീട്ടിലെത്തിയത്. ഭാര്യ സോളിയെയും മക്കളെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതിയിൽപ്പെടുത്തിയാണ് കുട്ടികളുടെ ഡിഗ്രി വരെയുള്ള പഠനം ഏറ്റെടുക്കുക. 3 ലക്ഷം രൂപയിൽ കുറയാത്ത ധനസഹായം അനുവദിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ചതായും KC ജോസഫ് പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സ്നേഹപൂർവ്വം പദ്ധതിയിൽപ്പെടുത്തി ഇവിടെ എടക്കര സാബുവിന്റെ 3 കുട്ടികളാണ്. അവരെ 3 കുട്ടികളുടെയും ഡിഗ്രി കോഴ്സ് വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഗവൺമെന്റ് വഹിക്കും. അതുപോലെ ഈ കാര്യം രാവിലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയുണ്ടായി. അതുപോലെ അദ്ദേഹം തന്നെ പ്രത്യേകം നിർദ്ദേശിച്ച പ്രകാരം പിന്നെ 3 ലക്ഷം രൂപയിൽ കുറയാത്ത സംഖ്യ സഹായമായി അവർ കൊടുക്കും. ഈ സാബുവിന്റെ വിധവയ്ക്ക് വിധവാ പെൻഷൻ കൊടുക്കും. അതുപോലെ വീടിന്റെ കാര്യം പറഞ്ഞാൽ വീടിന്റെ കാര്യം കൂടി ഇതുങ്ങൾ ചെയ്യാൻ നടപടി സ്വീകരിക്കുന്നതാണ്. ഏതായാലും ഇത് വളരെയേറെ ദുഃഖകരമായ സംഭവമാണ്. നാട്ടുകാരുടെ ഉന്നയിക്കുന്ന മുഴുവൻ പരാതിയും അവർക്കിവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല, കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ സാഹചര്യം ഉണ്ടാകാൻ നിവൃത്തിയില്ല. കാരണം അതുകൊണ്ട് തന്നെ
ഈ വന്യമൃഗ ശല്യത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ നടപടി സ്വീകരിക്കണം. അത് നാളെ തീർച്ചയായിട്ടും ഈ കാര്യം ഗൗരവമായി ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് പരിഹാരം. ബുധനാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ധനസഹായം പ്രഖ്യാപിക്കാനാകും. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് സാബുവിനെ കാട്ടുപന്നി കുത്തിക്കൊന്നത്. ന്യൂസ് ബ്യൂറോ, നടുവിൽ. പാത്തൻപാറയിലെത്തിയ മന്ത്രി കെ.സി. ജോസഫിന് മുന്നിൽ നാട്ടുകാരുടെ പരാതി പ്രളയം. വന്യമൃഗശല്യത്താൽ ജീവിക്കാനാകാത്ത സ്ഥിതിയാണെന്നും ഈ നില തുടർന്നാൽ കൂട്ട ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നും നാട്ടുകാർ പറഞ്ഞു. കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച സാബുവിന്റെ വീട്ടിലെത്തിയതായിരുന്നു മന്ത്രി. കുട്ടികളെ സ്കൂളിൽ വിടാൻ ഭയമാണെന്ന് ചിലർ പറഞ്ഞു. പശുവിന് പുലിനായി പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാണ്. കൃഷി മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. മനുഷ്യർക്കാണോ മൃഗങ്ങൾക്കാണോ വില എന്ന് മന്ത്രി വ്യക്തമാക്കണം. വന്യമൃഗ വേട്ടയെന്ന വ്യാജ പരാതിയിൽ വനംവകുപ്പ് ജീവനക്കാരെ പീഡിപ്പിക്കുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നടുവിൽ. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് കാസർഗോഡ് തുടക്കമായി. ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് തളിപ്പറമ്പിൽ യാത്രയ്ക്ക് നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി വിളംബര ജാഥ സംഘടിപ്പിച്ചു. മതേതര കേരളം, അക്രമരഹിത കേരളം, ലഹരിവിരുദ്ധ കേരളം, വികസിത കേരളം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് കാസർഗോഡ് ആരംഭമായത്. ബുധനാഴ്ച വൈകുന്നേരം 5 മണിക്ക് തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകും. ഇതിന്റെ പ്രചാരണാർത്ഥം സ്വാഗത സംഘം നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ ടൗൺ ചുറ്റി കോൺഗ്രസ് ഓഫീസിൽ സമാപിച്ചു. ടി ജനാർദ്ദനൻ, ET രാജീവൻ, കല്ലിങ്കിൽ പത്മനാഭൻ, CC ശ്രീധരൻ, രാഹുൽ ദാമോദരൻ, T സരസ്വതി, രജനി രമാനന്ദ്, K മനോജ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ദേശീയ ഗെയിംസിന്റെ പ്രചരണാർത്ഥം 22-ന് കണ്ണൂരിൽ വിളംബര ജാഥ നടത്തും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മന്ത്രി KP മോഹനന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ദേശീയ ഗെയിംസിന്റെ ഭാഗമായി ഫെബ്രുവരി 1 മുതൽ 15 വരെ കണ്ണൂർ നഗരത്തിൽ വിവിധ സാംസ്കാരിക കലാപരിപാടികൾ സംഘടിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനമായി. പോലീസ് ഗ്രൌണ്ടിലായിരിക്കും കലാപരിപാടികൾ. പഞ്ചായത്ത് തലത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗത്തിൽ ധാരണയായി. ഗെയിംസ് നടത്തിപ്പിന്റെ കാര്യങ്ങൾ യോഗം വിലയിരുത്തി. 7-ന് സബ് കമ്മിറ്റി ചെയർമാൻ, കൺവീനർ എന്നിവരുടെ യോഗം വൈകിട്ട് 5 മണിക്ക് കളക്ടറേറ്റിൽ ചേരും. ഓരോ കമ്മിറ്റികളും നടത്തേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച വിശദമായ രൂപരേഖ തയ്യാറാക്കാനാണ് യോഗം. സ്വാഗത സംഘത്തിന്റെ വിപുലമായ യോഗം എളയാവൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേരും. യോഗത്തിൽ ജില്ലാ കലക്ടർ P ബാലകിരൺ, അസിസ്റ്റന്റ് കലക്ടർ ഹരിത V കുമാർ, ADM O മുഹമ്മദ് അസ്ലം, നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T കൃഷ്ണൻ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് OK വിനീഷ്, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് KN ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. 6-ന് ആരംഭിക്കുന്ന 17ാമത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളാൻ തറിയുടെയും തിറയുടെയും നാടായ കണ്ണൂർ ഒരുങ്ങി. 3 ദിനങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 2500ഓളം കുട്ടികൾ പങ്കെടുക്കും. 90-ലധികം വരുന്ന ഇനങ്ങളിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 7 വേദികളിലായി കണ്ണൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി നടക്കും. വിവിധ ജില്ലകളിൽ നിന്ന് വരുന്ന പ്രതിഭകളെ സ്വീകരിക്കുവാൻ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ വേണ്ട സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. രാത്രി മുതൽ തന്നെ അവർക്കു വേണ്ട ഭക്ഷണം സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. 5-ാം തീയതി കണ്ണൂരിലെത്തുന്ന സ്വർണ്ണക്കപ്പ് ട്രഷറിയിൽ സൂക്ഷിക്കും. 5-ന് 2 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. പരിപാടി നടത്തുന്ന വിദ്യാലയത്തിൽ തന്നെയാണ് രജിസ്ട്രേഷൻ ഒരുക്കിയിട്ടുള്ളത്. സെന്റ് മൈക്കിൾസ്, സെന്റ് തെരേസാസ് എന്നിവിടങ്ങളിലാണ് താമസ സൌകര്യം ഒരുക്കിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ L രാജൻ പതാക ഉയർത്തുന്നതോടെ 6-ന് 9 മണിക്ക് മത്സരം ആരംഭിക്കും. 9:30-ന് സാംസ്കാരിക ഘോഷയാത്ര പോലീസ് മൈതാനി പരിസരത്ത് നിന്ന് ആരംഭിക്കും. സ്കൂൾ കലോത്സവത്തിന് കണ്ണൂർ ഈ വർഷം ആതിഥ്യമരുളിയാണ്. നവംബർ 6, 7, 8 തീയതികളിൽ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കലാപരിപാടികൾ നടക്കുന്നത്. സ്പെഷ്യൽ സ്കൂളുകൾ എന്ന് പറയുമ്പോൾ കേൾവിക്കുറവുള്ള കുട്ടികളും കാഴ്ച വൈകല്യമുള്ള കുട്ടികളും അതുപോലെ തന്നെ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളും പഠിക്കുന്ന സ്കൂളുകളാണ്. ഏകദേശം 267 സ്കൂളുകളിൽ നിന്ന് 2500ഓളം കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത്. 14 ജില്ലകളിൽ 100-ലധികം ഇനങ്ങളുണ്ട്. 7 വേദികളിലായിട്ടാണ് ഇത് നടത്തുന്നത്. 6 വേദികൾ മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിനകത്ത് തന്നെയുള്ളതും 1 സ്പോർട്സ് കൗൺസിൽ ഹാളുമാണ്. ഈ കുട്ടികൾക്ക് മറ്റു കുട്ടികളെപ്പോലെ ഇടപഴകാനോ നടക്കാനോ എല്ലാം ഉള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പരമാവധി മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ഭക്ഷണവും അവിടെ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്.
AP അബ്ദുള്ളക്കുട്ടി MLAയുടെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് 11:30 കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ KE സർല മുഖ്യപ്രഭാഷണം നടത്തും. 8 വൈകുന്നേരം 3:30 സമാപന സമ്മേളനം കണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ റോഷ്നി ഖാലിദിന്റെ അധ്യക്ഷതയിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്യും. PK ശ്രീമതി MP സമ്മാനദാനം നിർവഹിക്കും. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ദിനേശൻ മഠത്തിൽ, പബ്ലിസിറ്റി കൺവീനർ T പ്രകാശൻ, പ്രസ് ക്ലബ് സെക്രട്ടറി സുരേന്ദ്രൻ മട്ടന്നൂർ, കൺവീനർ ബഷീർ ചെറിയാണ്ടി, പ്രോഗ്രാം കൺവീനർ KC ഹരികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ എക്സ്റേ പ്ലാന്റ് സ്ഥാപിച്ചിട്ടും പ്രവർത്തന സജ്ജമാകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധ സമരം നടത്തി. ചർച്ചയിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണുമെന്ന ഉറപ്പിന്മേലാണ് മണിക്കൂറുകളോളം നീണ്ട ഉപരോധം അവസാനിച്ചത്. സർക്കാർ 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പരിയാരം ആയുർവേദ മെഡിക്കൽ കോളേജിൽ എക്സ്റേ പ്ലാന്റ് സ്ഥാപിച്ചത്. രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രയോജനകരമായ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ ടെക്നീഷ്യനെ നിയമിക്കാത്ത അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തിയത്. UDF സർക്കാർ രോഗികൾക്ക് വേണ്ട മരുന്നും ചികിത്സാ സൌകര്യങ്ങളും ഉറപ്പുവരുത്തിയിട്ടും മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ സേവനം പൂർണ്ണമായും ലഭിക്കാത്തതിനാൽ ആശുപത്രി പ്രവർത്തനവും വിദ്യാർത്ഥികളുടെ പഠനവും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് സമരക്കാർ ആരോപിച്ചു. കടന്നപ്പള്ളി, പാണപ്പുഴ, ചെറുതാഴം, കുഞ്ഞിമംഗലം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. മണിക്കൂറുകളോളം ഉപരോധം നീണ്ടുനിന്നു. തുടർന്ന് പോലീസും സ്ഥലത്തെത്തി. പിന്നീട് നടന്ന ചർച്ചയിൽ സൂപ്രണ്ട് വകുപ്പ് ഡയറക്ടറെ വിളിക്കുകയും നവംബർ 14 ചേരുന്ന ആശുപത്രി വികസന സമിതി യോഗത്തിന്റെ പ്രധാന അജണ്ടയായി ഉൾപ്പെടുത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താമെന്ന സൂപ്രണ്ടിന്റെ രേഖാമൂലമുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിലുമാണ് ഉപരോധ സമരം അവസാനിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ NV രാധാകൃഷ്ണൻ, NE നിതിൻ, സന്ദീപ് പാണപ്പുഴ, PC സനൂപ്, NK സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. മയ്യിൽ മുല്ലക്കൊടി ആയർമുനമ്പ് മന്നമഖാമിന് സമീപം നിലവിലുണ്ടായിരുന്ന മണൽക്കടവിന് പുറമെ പുതുതായി അനുവദിച്ച കടവിനെതിരെ നാട്ടുകാർ രംഗത്ത്. 2 കടവിലുമായി അനിയന്ത്രിതമായി നടക്കുന്ന മണലെടുപ്പ് കാരണം തങ്ങളുടെ നാട് തന്നെ ഇല്ലാതായി പോകുമോ എന്ന ആശങ്കയിലാണ് പരിസരവാസികൾ. പുതിയ കടവിന്റെ പ്രവർത്തനം നിർത്തിവെപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ കലക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. മയ്യിൽ മുല്ലക്കൊടി ആയർമുനമ്പ് മഖാമിന് സമീപം നേരത്തെ പഞ്ചായത്തിന്റെ അനുമതിയിലുള്ള മണൽക്കടവ് ഉണ്ടായിരുന്നു. എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ ഇതിന് ഏതാനും മീറ്റർ അകലെ മറ്റൊരു മണൽക്കടവിനും അധികൃതർ അനുവാദം നൽകുകയായിരുന്നു. നേരത്തെ നണിശ്ശേരിക്കടവിൽ പ്രവർത്തിച്ച മണൽക്കടവാണ് അയർമുനമ്പിനെ സമീപത്തേക്ക് മാറ്റിയത്. അവിടെ മുല്ലക്കൊടി നണിശ്ശേരിക്കടവ് പാലത്തിന്റെ പണികൾ നടക്കുന്നതിനാലാണ് കടവ് മാറ്റം നടത്തിയത്. ഇത് നാട്ടുകാരുടെ പ്രതിഷേധത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഇടയാക്കുകയാണ്. നേരത്തെ 5 ലോഡോളം മണൽ കയറ്റിപ്പോകുന്ന പ്രദേശത്ത് നിന്നും ഇപ്പോൾ ദിനംപ്രതി 30-ലേറെ ലോഡുകളാണ് കയറ്റിപ്പോകുന്നതെന്ന് ഇവർ ആരോപിക്കുന്നു. ഇത് തങ്ങളുടെ വീടിനും പ്രദേശത്തിനും ആരാധനാലയത്തിനും ഭീഷണിയായി മാറുകയാണെന്ന് ഇവർ പറയുന്നു. നമുക്ക് മുല്ലക്കൊടി പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഉണ്ടാക്കിയ നണിശ്ശേരിക്കടവ് പാലം വന്നതോടുകൂടി അവിടെ പ്രവർത്തിക്കുന്ന ഒരു കടവ് അനധികൃതമായി ആയാർമുനം പ്രദേശത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഫലത്തിൽ ഇവിടെ ഒരു കടവുണ്ട്, ആ കടവ് ഇങ്ങോട്ടേക്ക് മാറ്റി കുറുമാത്തൂരിലൊരു കടവ് ഇതിൻ്റെ തൊട്ടപ്പുറമുണ്ട്. 3 കടവിലുള്ള പൂഴികളും ഈ ഒരു ചെറിയ പ്രദേശത്താണ് ഇപ്പം വരുന്നത്. ഇത് ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നം. ഈ പ്രദേശം എന്ന് പറയുന്നത് ഇവിടെ 5 ലോഡിന് മാത്രം അനുമതിയുള്ള ഒരു ചെറിയ കടവാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് 10 ലോഡിന് അനുമതിയുള്ള അടവാണ്. അത് 10 ലോഡ് എന്ന് പറയുന്നത് ഇപ്പം സർക്കാർ കൂടുതൽ വാരാനുള്ള അനുമതി കൊണ്ട് 20 ലോഡ് വാരാനുള്ള അനുവാദം ഉണ്ടായി. അപ്പോൾ ഈ എല്ലാ മണലും ഇപ്പോൾ ഈ ചെറിയൊരു പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു ഭീകരമായ അവസ്ഥയുണ്ടായിരുന്നു. ആയാർമുനമ്പ് മക്കാം എന്ന് പറയുന്ന ഒരു മക്കാം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ കോർലായി തുരുത്ത്, അതോടൊപ്പം തന്നെ ഈ ചെറിയ മാടുകൾ, വളവട്ടണമ്പുഴയുടെ ഏറ്റവും സുന്ദരമായ മാടുകൾ, ഇതൊക്കെയുള്ള ഈ പാരിസ്ഥിതിക ദുർബല പ്രദേശമായ ഈ പ്രദേശത്ത് എല്ലാ തോണികളും വന്ന് മണൽ വാരി ഈ പ്രദേശത്ത് ഭീകരമായ കരയിടിച്ചിലുണ്ടാകാൻ പോവാണ്. ഈ കാണുന്ന ആയർമുനമ്പ് മക്കാവിൻ്റെ പുറത്ത് കാണുന്ന മാട് എൻ്റെ വല്യപ്പാൻ്റെ മാടായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഏകദേശം 5 ഏക്കറോളം ഉള്ള സ്ഥലമാണിത്. ഇപ്പോൾ പഞ്ചായത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ കൂടുതൽ കുഴി വരാൻ അംഗീകാരം കൊടുത്തപ്പോൾ ഈ കാണുന്ന മാടിൻ്റെ ചുറ്റുപാടത്തിൽ നിന്നാണ് ഒരു 19 തോണി 3 പഞ്ചായത്ത് കുടിങ്ങിട്ട് വളഞ്ഞിട്ട് ഇവിടുന്ന് പുഴി വരുമ്പോൾ ഇനി ഇതൊരു സ്വപ്നമായി തീരും. ഈ 5 ഏക്കറിൽ ഇപ്പോൾ ഉള്ളത് 15 സെന്റ് സ്ഥലമായിട്ടാണ് ഉള്ളത്. അനിയന്ത്രിതമായുള്ള മണലോറ്റ് മൂലം പുഴയുടെ മധ്യഭാഗത്തായുള്ള
ചെറുതുരുത്ത് അനുദിനം നാമാവശേഷമാകുന്നതായും സമീപ പഞ്ചായത്തായ കുറുമാത്തൂരിൽ നിന്നും അതിക്രമിച്ചെത്തി തങ്ങളുടെ പ്രദേശത്ത് നിന്ന് മണലെടുക്കുന്നതായും നാട്ടുകാർ ആരോപിക്കുന്നു. കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മണൽവാരലിൽ നിന്നും പിന്മാറാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പരിസരവാസികൾ. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. കണ്ണപുരം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ വാഹന പരിശോധനയിൽ ടിപ്പർ ലോറിയിൽ കടത്തിയ മണൽ പിടികൂടി. പോലീസിനെ കണ്ട സംഘം ഇരണാവ് കച്ചേരിത്തറ ജംഗ്ഷന് സമീപം നടുറോഡിൽ മണൽ തട്ടി രക്ഷപ്പെടുകയായിരുന്നു. മാട്ടൂൽ, മടക്കര ഭാഗങ്ങളിൽ രാത്രികാലങ്ങളിൽ അനധികൃത മണൽക്കടത്ത് ശക്തമാണെന്ന് പോലീസ് പറഞ്ഞു. വരും ദിവസങ്ങളിലും രാത്രികാല പരിശോധന ശക്തമാക്കുമെന്ന് കണ്ണപുരം എസ്ഐ പറഞ്ഞു. നടുറോഡിൽ തട്ടിയ മണൽ വാഹന ഗതാഗതത്തെ സാരമായി ബാധിച്ചു. ന്യൂസ് ബ്യൂറോ, പാപ്പനശ്ശേരി. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര നിർമ്മാണം പൂർത്തിയായി. 2000 പേർക്ക് ഒരേ സമയം ഊണ് കഴിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഡിസംബർ 2-ന് ഉത്സവം തുടങ്ങുന്നതിന് മുമ്പേ ഊട്ടുപുര ഉദ്ഘാടനം ചെയ്യും. ശ്രീമുത്തപ്പന്റെ തിരുസന്നിധിയിലെത്തി തൊഴുതുമടങ്ങാൻ ദിനം പ്രതി ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ഇവരിൽ ഏറെ പേരും ഭക്ഷണം കഴിച്ചാണ് മടങ്ങുക. ഉച്ചയ്ക്കും രാത്രിയിലും ഭക്ഷണമുണ്ടിവിടെ. ശരാശരി ദിനം പ്രതി 5000-ലേറെ പേർ ക്ഷേത്രത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നു. ഞായറാഴ്ചകളിൽ വലിയ തിരക്കാണിവിടെ. വിശേഷ ദിവസങ്ങളിൽ ലക്ഷങ്ങളാണ് ക്ഷേത്രത്തിലെത്താറ്. ഞായറാഴ്ചകളിൽ 10,000-ലേറെ പേർ ഭക്ഷണം കഴിക്കുന്നുവെന്നാണ് ഏകദേശ കണക്ക്. പുതിയ ഊട്ടുപുര നിലവിൽ വരുന്നതോടെ ഒരേ സമയം 2000 പേർക്ക് ഭക്ഷണം വിളമ്പാനാവും. 3,25,00,000 രൂപ ചെലവിട്ടാണ് ഊട്ടുപുര യാഥാർത്ഥ്യമാവുന്നത്. 2 നിലകളിലായി ക്ഷേത്രത്തോട് ചേർന്നാണ് ഊട്ടുപുര നിർമ്മിക്കുന്നത്. ഒരു നിലയിൽ 1000 പേർക്ക് ഒരേ സമയം ഭക്ഷണം വിളമ്പാനാവും. സ്റ്റീൽ ബെഞ്ചുകളും സ്റ്റീൽ മേശകളും നിരത്തിയാണ് ഭക്ഷണം വിളമ്പുക. നിലവിൽ നിലത്തിരുന്നാണ് ഊണ് നൽകുന്നത്. ഇതിന്റെ അസൗകര്യങ്ങളും ഇതോടെ ഇല്ലാതാവും. 2 നിലകളുള്ള ഊട്ടുപുരയിൽ ആദ്യഘട്ടമായി 1-ാം നിലയിൽ ഒരേ സമയം 750 പേർക്കാണ് ഊണ് വിളമ്പുക. അത്യാധുനിക പാചക നിർമ്മാണ സാമഗ്രികളാണിവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇതിനു മാത്രം 25 ലക്ഷത്തോളം രൂപ ചെലവായി. കോയമ്പത്തൂരിലെ ആവിനാഷിയപ്പാൾ ഇൻഡസ്ട്രീസിൽ നിന്നാണ് ഇവ കൊണ്ടുവന്നത്. ഊട്ടുപുരയുടെ നിർമ്മാണം 5 വർഷം മുമ്പാണ് തുടങ്ങിയത്. പുതിയ ജനറേറ്ററും ട്രാൻസ്ഫോർമറും സ്ഥാപിക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. ലിഫ്റ്റ് സൗകര്യമടക്കം ഊട്ടുപുരയിൽ ഏർപ്പെടുത്തുന്നുണ്ട്. ക്ഷേത്രത്തോട് തൊട്ട് പുഴയ്ക്കരികിൽ ഏറെ ആകർഷകമായാണ് ഊട്ടുപുര നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾക്കും ഏറെ മനോഹാരിത ഉണ്ട്. ഡിസംബർ 2-നുള്ളിൽ ദേവസ്വം വകുപ്പ് മന്ത്രിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് ഭാരവാഹികളുടെ ആലോചന. ഊട്ടുപുര യാഥാർത്ഥ്യമാകുന്നതോടെ ഭക്തജനങ്ങൾക്ക് ഏറെ സൗകര്യമാണ് ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി കണ്ണൂർ കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പി കെ ശ്രീമതി MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. ഇങ്ങനെയെല്ലാമുള്ള സന്ദർഭത്തിലും ജനങ്ങളെ വെറുപ്പിക്കാതെ കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും അധികം അവരുമായി ബന്ധപ്പെടുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ ഈ സംവിധാനത്തെ വിജയകരമായി കൊണ്ടുപോകുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലെ, സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിലെ റേഷൻ വ്യാപാരികളോട് ഈ രൂപത്തിലുള്ള ഒരു അവഗണനയും പരിഗണനയില്ലായ്മയും കാണിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്, അന്യായമാണ്. ജില്ലാ പ്രസിഡന്റ് ബി സഹദേവൻ അധ്യക്ഷത വഹിച്ചു. ഇ നാരായണൻ നമ്പ്യാർ, NP വത്സൻ, എ പ്രദീപൻ, M മുസ്തഫ, കുഞ്ഞികൃഷ്ണൻ, കെ പവിത്രൻ, EA ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂർ നഗരത്തിലെ റോഡുകൾ ഗതാഗതയോഗ്യമാക്കുക ആവശ്യമുന്നയിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ണൂർ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. LDF ജില്ലാ കൺവീനർ KP സഹദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശ്നത്തിന്റെ പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എണ്ണമില്ലാത്ത സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ സമരങ്ങളൊന്നും തന്നെ പരിഗണിക്കാൻ ഈ മുനിസിപ്പാലിറ്റി ഇതേവരെ തയ്യാറായിട്ടില്ല. ഈ മുനിസിപ്പാലിറ്റിക്കകത്തുകൂടെ നടന്നു പോകാൻ സാധിക്കാത്തൊരവസ്ഥ നിലനിൽക്കുമ്പോൾ
വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കാത്തൊരവസ്ഥ നിലനിൽക്കുമ്പോൾ കഴിഞ്ഞ 5-8 മാസത്തിലേറെയായി ആ നില തുടരുക. അതിനൊരു പരിഹാരം കാണണം എന്നതാണ് നാം ഉന്നയിക്കപ്പെടുന്ന ആവശ്യം. CPI മുനിസിപ്പൽ കൺവീനർ വെള്ളോറ രാജൻ അധ്യക്ഷത വഹിച്ചു. ടി രാമകൃഷ്ണൻ, വി രാജേഷ് പ്രേം, ഹമീദ് ഇരണാവ്, ഇ ജനാർദ്ദനൻ, KV സലീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കാർഷിക മേള സംഘാടക സമിതി രൂപീകരണ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ജെയിംസ് മാത്യു MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റിന്റെ വന്യജീവി സംരക്ഷണ നിയമം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സാഹചര്യം. കൃഷിക്കാരന് അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള സ്വയം പ്രതിരോധത്തിന് അവസരമില്ലാത്ത ഒരു നിയമം, അത് വന്യമൃഗങ്ങൾക്ക് കൊടുക്കുന്ന സംരക്ഷണം പോലും കൃഷിക്കാരനില്ലാത്ത ഒരു സ്ഥിതിവിശേഷം, അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിലെ ചുമതലക്കാരനായ മന്ത്രി ശ്രീ KC ജോസഫ് അവിടെ അദ്ദേഹം പോവുകയും കുടുംബത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യാം എന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗമായി എല്ലാവരോടും ഞങ്ങളൊക്കെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി ആവശ്യമായ ഭേദഗതി വരുത്താൻ സാധിക്കണം. കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കും കൃഷിയെ ഉപജീവനമാക്കിയവർക്കുമെല്ലാം പ്രയോജനപ്പെടും വിധം അറിവിനും വിജ്ഞാനത്തിനും വിനോദത്തിനും വേണ്ടിയാണ് കാർഷിക മേള സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സംഘടക സമിതി രൂപീകരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനു തോമസ് അധ്യക്ഷത വഹിച്ചു. കില ഡയറക്ടർ ഡോക്ടർ PP ബാലൻ, അള്ളാങ്കുളം മുഹമ്മദ്, K കൃഷ്ണൻ, T ലത, റംല പക്കർ, KU ത്രേസ്യാമ, A രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്. ഷാർജ KMCC ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ സ്നേഹസരണി 2014 ഭാഗമായി സമൂഹ വിവാഹം 6 രാവിലെ 9 മണിക്ക് നടക്കും. ശ്രീകണ്ഠപുരത്ത് നടക്കുന്ന പരിപാടി പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഷാർജ KMCC ഇരിക്കൂർ മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹയാത്രയിലൂടെ കഴിഞ്ഞ വർഷം ഇരിക്കൂരിൽ നടന്ന സമൂഹ വിവാഹ വേദിയിൽ 9 പേരുടെ ജീവിതമാണ് സാക്ഷാത്കരിച്ചത്. സ്നേഹസരണി 2ാം ഘട്ട സമൂഹ വിവാഹ പദ്ധതി നവംബർ 6 ശ്രീകണ്ഠപുരത്ത് മർഹൂം PS അമീർ അലി നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 10 യുവതികളുടെ മംഗല്യം വേദിയിൽ നടക്കും. ഇ അഹമ്മദ് MP, മന്ത്രിമാരായ മഞ്ഞലാംകുഴി അലി, KC ജോസഫ്, KPA മജീദ്, VK അബ്ദുൽ ഖാദർ മൗലവി, KM ഷാജി MLA, ഇബ്രാഹിം എളേറ്റിൽ, അഡ്വക്കേറ്റ് T സിദ്ദീഖ്, മുസ്തഫ ഹുദവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. നാടെങ്ങും ചെങ്കണ്ണ് രോഗം പടരുമ്പോൾ പണച്ചെലവില്ലാതെ ലോകത്തിന് ഒറ്റമൂലികയുമായി മയ്യിൽ കോർണായി സ്വദേശി ഷൺമുഖൻ വൈദ്യർ. നാടൻ തുമ്പപ്പൂ ചെടിയുടെ ഇലകൾ പിഴിഞ്ഞെടുത്തുണ്ടാക്കുന്ന നീര് കൺപോളകളിൽ പുരട്ടിയാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ രോഗം മാറുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടെ വൈദ്യർ ഈ ഒറ്റമൂലി ചികിത്സയിലൂടെ നിരവധി പേരുടെ രോഗമാണ് മാറ്റിയത്. ചെങ്കണ്ണ് രോഗത്തെ ഏറെ ഭീതിയോടെ കണ്ട് ആശുപത്രിക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നവർ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ തുമ്പപ്പൂക്കൾ കൺതുറന്ന് കാണണം. തുമ്പച്ചെടിയുടെ ഇലകൾ പിഴുതെടുത്ത് നീരെടുത്ത് കൺപുരികങ്ങളിൽ പുരട്ടിയാണ് കോർളായി സ്വദേശിയായ ഷൺമുഖൻ വൈദ്യർ ചികിത്സ സൗജന്യമായി നടത്തി വിജയം കണ്ടെത്തിയത്. കഴിഞ്ഞ 15 വർഷത്തോളമായി ഒറ്റമൂലി ചികിത്സ നടത്തി ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഷൺമുഖന് ഭാര്യയും 3 പെൺമക്കളുമാണുള്ളത്. തുമ്പയുടെ ഔഷധ ഗുണമറിഞ്ഞ ഇദ്ദേഹം പരീക്ഷണാടിസ്ഥാനത്തിൽ വീട്ടുകാരിലും പരിസരത്തെ സുഹൃത്തുക്കളിലുമാണ് ചെങ്കണ്ണ് രോഗത്തിന് ഇത് ഉപയോഗിച്ചത്. വളരെ വിജയകരമായിരുന്നു അത്രേ പരീക്ഷണം. വയലുകളിലും തൊടികളിലും കണ്ടുവരുന്ന തുമ്പച്ചെടി മറ്റു രോഗങ്ങൾക്കും നല്ല ഔഷധമാണെന്ന് ഇദ്ദേഹം പറയുന്നു. ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്ന കണ്ണ് രോഗം മഹാളിക്ക് ഏറ്റവും നല്ലൊരു സിദ്ധൌഷധമാണ് തുമ്പ നമ്മുടെ നാട്ടിൻപുറത്ത് ഇഷ്ടംപോലെ തൊടികളിലും പറമ്പിലും കാണുന്നു. അത് നമ്മൾ ചെറിയൊരു ഇല പറിച്ച് അതിൻ്റെ നീര് കണ്ണിൻ്റെ കൺപോളക്ക് പുറത്തേക്കൂടെ കണ്ണ് വിറ്റിക്കണ്ട കണ്ണിൻ്റെ പുറത്തുകൂടി പുരട്ടിയാൽ തന്നെ ഇതൊരു വൈറസ് രോഗമാണ് കണ്ണ് രോഗം എന്ന് പറയുന്നത്. ആ വൈറസിനെ നശിപ്പിക്കാൻ തുമ്പേൻ്റെ ചാറിന് കഴിവുണ്ട്. വേണമെങ്കിൽ ഒറ്റ നേരം പരീക്ഷിച്ചാൽ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല. രോഗത്തെക്കുറിച്ചും പേടിക്കേണ്ട, മരുന്നിനെക്കുറിച്ചും പേടിക്കേണ്ട. ആർക്ക് വേണം പരീക്ഷിക്കാം, നോക്കാം. ഞാനിത് ഒരു 5-6 വർഷത്തോളമായി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്നു. അപ്പോൾ സ്വന്തം വീട്ടിലെ കുട്ടികൾക്കും വീട്ടിലെ പരിസരത്തുള്ള ആൾക്കാർക്കും എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. വയനാട്ടിലെ ആദിവാസികളിൽ നിന്നും ഒറ്റമൂലി നാട്ടുവൈദ്യം പഠിച്ച ഷൺമുഖൻ മൈഗ്രെയിൻ, അർശസ് തുടങ്ങി നിരവധി രോഗങ്ങൾക്കും ഒറ്റമൂലി ചികിത്സ നടത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, മയ്യിൽ. ശ്രീകണ്ഠപുരം പയ്യാവൂർ റോഡിൽ എള്ളരിഞ്ഞി പൂവത്തിന് സമീപം ഓട്ടോറിക്ഷ കുളത്തിലേക്ക് മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. പയ്യാവൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ഓട്ടോയാണ് നിയന്ത്രണം വിട്ട് കുളത്തിലേക്ക് മറിഞ്ഞത്. ഐച്ചേരി കള്ളുഷാപ്പിന് സമീപത്തെ കുളത്തിലാണ് ഓട്ടോ മറിഞ്ഞത്.
പരിസരത്തുള്ളവർ ഓടിയെത്തിയാണ് കുളത്തിൽ നിന്നും 3 പേരെ രക്ഷിച്ചത്. 3 പേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ പ്രദേശത്ത് സമാനമായ അപകടങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. വളവ് നികത്തി റോഡ് നേരായ രീതിയിൽ നിർമ്മിച്ചാൽ മാത്രമേ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം. ഐ ഒപ്റ്റിക്കൽസിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി 5ാം പീടികയിൽ സൗജന്യ കണ്ണ് പരിശോധന നടന്നു. ഒപ്താൽമജിക് സർജൻ ഡോക്ടർ നിത്യാനന്ദ ഷെട്ടി രോഗികളെ പരിശോധിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഴ്ചയുടെ തെളിച്ചമായി വിജയകരമായ 2ാം വർഷം പിന്നിട്ടതിന്റെ ഭാഗമായാണ് 5ാം പീടിക ഐ ഒപ്റ്റിക്കൽസിൽ സൗജന്യ കണ്ണ് പരിശോധന സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ തുടങ്ങിയ പരിശോധന വൈകുന്നേരം 3 മണിക്കാണ് സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, ധർമ്മശാല. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ ആരോപണം അന്വേഷണം സംബന്ധിച്ച് CPM-ൽ അഭിപ്രായ ഭിന്നതയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും. സർക്കാരിനെ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും അന്വേഷണം സംബന്ധിച്ച് ഭയമില്ലെന്നും ഉമ്മൻചാണ്ടി. അന്വേഷണം സംബന്ധിച്ച് CPM-ൽ ഗുരുതരമായ അഭിപ്രായ ഭിന്നതയും ആശയക്കുഴപ്പവുമെന്ന് രമേശ് ചെന്നിത്തല. ബാർക്കോഴ അന്വേഷണം സംബന്ധിച്ച് ബുധനാഴ്ച നടക്കുന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം നിലപാട് വ്യക്തമാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. വ്യക്തിപരമായി മാധ്യമങ്ങളുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ. മനോജ് വധം CBI സംഘം ബുധനാഴ്ച തലശ്ശേരിയിലെത്തും. അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെടെ ക്രൈംബ്രാഞ്ച് CBI സംഘത്തിന് കൈമാറും. വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മനോജ് വധക്കേസിൽ ഒരു പ്രതി കൂടി പിടിയിൽ. തളിപ്പറമ്പ് വായാട് ഓട്ടോ ഡ്രൈവർ ഓട്ടോയിൽ തൂങ്ങിമരിച്ച സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്വേഷണത്തിന് ഉത്തരവിട്ടത് മദനിയുടെ മാതാവ് ചാന്ദിന്റെ അകത്ത് അലീമ മന്ത്രിക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന്. കാട്ടുപന്നിയുടെ കുത്തേറ്റ് മരിച്ച പാത്തൻപാറയിലെ സാബുവിന്റെ കുടുംബത്തിന് 3 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്ന് ഗ്രാമവികസന വകുപ്പ് മന്ത്രി KC ജോസഫ്. കുട്ടികളുടെ പഠന ചെലവ് സർക്കാർ വഹിക്കും. ഭാര്യയ്ക്ക് പെൻഷൻ നൽകുമെന്നും മന്ത്രി. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലെ ഊട്ടുപുര നിർമ്മാണം പൂർത്തിയായി. ഒരേ സമയം 2000 പേർക്ക് ഊണ് കഴിക്കാനുള്ള സൗകര്യം ഒരുങ്ങുന്നു. ഊട്ടുപുര ഉദ്ഘാടനം ഉടൻ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.